Now have a look at this question. ഇവിടെ 3 18 mm diameter steel bolts ഉണ്ട്. There are 18 diameter steel bolts. 3 18 diameter steel bolts used to attach this steel plate. ഈ steel plate ഈ വുഡൻ ബീമിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റീൽ ബോൾട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ലോഡ് എത്രയാണ്? ലോഡ് ആക്ടിങ് ഈസ് 90 kN. വാട്ട് ഈസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആക്ടിങ് ഇൻ ഈച്ച് ബോൾട്ട്? ഓരോ ബോൾട്ടിലും ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇവിടെ 90 kN ആക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇതാണ് നമ്മളെ സ്റ്റീൽ പ്ലേറ്റ്. ഇവിടെ 90 kN ആക്ട് ചെയ്യുന്നുണ്ട്. 3 ബോൾട്ട് ഉണ്ട്. ഈ 3 ബോൾട്ടും എന്താ സംഭവിക്കുക? ഒരു ഭാഗം എന്തിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? വുഡൻ ബീമിലാണ് അല്ലേ? ബോൾട്ടിൻ്റെ ഒരു ഭാഗം കുറച്ച് ഉള്ളോട്ട് എന്തിൻ്റെ ഉള്ളോട്ട് പോയിട്ടുണ്ടാവും? ബീമിൻ്റെ ഉള്ളോട്ട് പോയിട്ടുണ്ടാവും. ഒരു ഭാഗം എന്തിലാണ്? സ്റ്റീൽ പ്ലേറ്റിലുള്ളത്. ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഷിയർ ആവുന്നത്? ബോൾട്ട് ഷിയർ ആവുന്നത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ 90 kN ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓരോ ബോൾട്ടും എന്താവും? 30 kN വെച്ച് റെസിസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? 90 kN കൊടുക്കുകയാണെങ്കിൽ ഓരോ ബോൾട്ടും 30 kN വെച്ച് റെസിസ്റ്റ് ചെയ്യും. അഥവാ ഫോഴ്സ് ഓൺ ഈച്ച് ബോൾട്ട് is equal to 90 kN divided by 3, which is 30 kN. ഓക്കെ, നമ്മൾ ഫോഴ്സ് ഓൺ ഈച്ച് ബോൾട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി? സ്ട്രെസ്സ് കണ്ടുപിടിച്ചാൽ മതി. സ്ട്രെസ്സ് അഥവാ ആവറേജ് ഷിയർ സ്ട്രെസ് is equal to ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് എന്താ അവിടെ? 30 kN. ഏരിയ എന്താണ്? ഓരോ ബോൾട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ആൻഡ് ഡയമീറ്റർ ഡി ആണെങ്കിൽ ഏരിയ എന്താണ്? π/4 d² ആണ് അല്ലേ? അപ്പോൾ ഏരിയ എന്താണ്? π/4 ഇൻറ്റു ഡി എന്താ അവിടെ? 18 ആണ് സ്ക്വയർ. ഇത് mm² നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ന്യൂട്ടൺ പെർ mm² എന്നുള്ള യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, 30 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു 18² ന്യൂട്ടൺ പെർ mm², which is 117.89 MPa. ഒന്നുകൂടി നോട്ട് ചെയ്യുക. ഞാനിവിടെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എടുത്തത് ന്യൂട്ടണിലാണ്, ഏരിയയുടെ യൂണിറ്റ് എടുത്ത് mm². അപ്പോൾ നമുക്ക് MPa എന്നുള്ള യൂണിറ്റാണ് കിട്ടുക. അതെങ്ങനെ വരുന്നത് വെച്ചാൽ മില്ലിമീറ്ററിനെ ഞാൻ മീറ്റർ ആക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁶ ചെയ്യണം. ഈ 10⁻⁶ മേലോട്ട് പോകുമ്പോൾ അത് MPa ആവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിങ്ങൾ ഏരിയ mm²ലും ഫോഴ്സ് ന്യൂട്ടണിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്ട്രെസ്സിൻ്റെയും നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും വാല്യൂസ് നിങ്ങൾക്ക് MPa കിട്ടും.